അനുവിന് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളത് കൈയടിക്കണോട്ടോ, കാര്യം അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാര്യം എന്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട്. ഈ സ്റ്റോറി കണ്ടിട്ട് ഷിയാസ്ക്ക് വിചാരിച്ചു എന്റെ ബർത്ത്ഡേ ആണെന്ന്. എനിക്കറിയാത്ത ആളുകൾ പോലും സ്റ്റോറി ഇട്ടിട്ട് വിഷ് ചെയ്തു കിട്ടും. അപ്പൊ പുള്ളി എന്റെ ഫോട്ടോ, എന്റെ കൂടെയുള്ള ഫോട്ടോ ആണെന്ന് തോന്നുന്നു. ഇക്ക് ഞാനും കൂടെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടേ, ഹാപ്പി ബർത്ത്ഡേ മോളെ എന്ന്. ഹാപ്പി വെഡിങ് ഡേ എന്ന് പറയുന്നത് എന്തിന് സത്യമായിട്ട് നടന്ന കാര്യമാണ്. എനിക്കിപ്പോ നമ്മൾ കുറെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന എല്ലാവരും ഫോട്ടോ ഒന്നെങ്കിൽ മരിക്കുമ്പോ അല്ലെങ്കിൽ ബർത്ത്ഡേക്ക്, അല്ലാതെ ആളുകൾ ഇടുവൊന്നുമില്ല പൊതുവെ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടെ ബർത്ത്ഡേ ആണ്, അന്ന് വരെ ഞാൻ ബർത്ത്ഡേക്ക് ഇട്ടു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ് അനുവിന് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി, സീരിയലിൽ ഏറ്റവും നന്നായിട്ട് സീരിയലിലും ജീവിതത്തിൽ അഭിനയിച്ചതിന് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. സോറി, സീരിയലിൽ മാത്രം, ജീവിതത്തിൽ അഭിനയിക്കുന്നില്ല. അപ്പോൾ എന്തായാലും അവാർഡ് കിട്ടിയത് ഞാനിത് അറിഞ്ഞു. കാര്യം ഞാൻ എത്ര സമയത്ത് ഞാൻ ഫുള്ള് തിരക്കായിരുന്നു, ഞാൻ അബുദാബിയിലായിരുന്നു. അപ്പോൾ ഇത് അറിഞ്ഞില്ല. പക്ഷെ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം സത്യം ജയിലിൽ, എന്റെ ഭാര്യയുടെ വീട് ജയിലാണല്ലോ. ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എല്ലായിടത്തും പോകുമ്പോ എന്നെ താക്കുന്നത്. എന്നെ താത്തിയാലും കുഴപ്പമില്ല. എന്നെ ഇനാഘോഷന് വിളിക്കുമ്പോ ഞാൻ പറയുന്ന കാര്യം ദയവ് ചെയ്ത് എന്നെ അവിടെ കൊണ്ടുപോയി. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അനുമോളിലൂടെ അങ്ങനെ. അപ്പൊ ഇറങ്ങിയപ്പോ എന്നോട് പറയാ അവിടെ വരട്ടെ, നിന്ന് ഞാൻ അവിടെ നാണം കെടുത്തു. അല്ല, ഞാൻ ഒന്നാമത് അവൾക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെയാണ്. കാര്യം പൊതുവെ സീരിയല് കുറവാണ്. സ്റ്റാർ മാജിക് നിർത്തി, അത്യാവശ്യം മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാർ മാജിക് നിർത്തി. അന്ന് അതിന് അടുത്ത ഉദ്ഘാടനം നിർത്തി. ഇപ്പൊ സൂപ്പർ ഷോ എന്നുള്ള പ്രോഗ്രാം സ്പേസ് കിട്ടുന്നില്ല. അത് വേറെ സ്പേസ് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്റെ ഉമ്മ ചോദിച്ചു അനുമോള് പുള്ളിക്കാരൻ അതിൽ ഒരൊറ്റ ദിവസം വിളിച്ചോളൂ. അതിന്റെ വിഷമോ ഈ പറയുന്നത്.